ഹലോ കുഞ്ഞോളെ, റിസൾട്ട് വന്നപ്പോഴേ നമ്മൾ തോറ്റുകാണല്ലോ LDF. അത് നോക്കണ്ട. തോൽവിയും ചെയ്യൊക്കെ അമ്മൽ ഒരു പാർട്ടിയുടെ പരമാത്മാവും അതുപോലെ തന്നെ അതിന്റെ ഇംഗിതമായിട്ടുള്ള അതിന്റെ ആത്മാവിനെ തൊട്ടുള്ള കളിയാണ്. എങ്കിലും നമ്മൾ അന്തസത്ത ചോരാതെ നമ്മൾ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അന്തസത്ത ചോരാതെ നമ്മൾ 34 സീറ്റുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലയളവിൽ നമ്മൾ അടുത്ത 5 വർഷം നമ്മൾ അത് നോക്കും. എന്തുവരെയാണ് നമുക്ക് പിഴവ് പറ്റിയതെന്ന് നോക്കും. എന്തിനും നമ്മൾ തോറ്റിട്ടില്ല. പൊരുതി തോറ്റു എന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് കണ്ടത്. എന്തുകൊണ്ടായിരുന്നു നമ്മൾ തോറ്റത്? അതന്നെ തോറ്റു എന്നല്ല ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നത്. ഇത് അതിന്റെ അന്തർധാരയിലുള്ള ചെറിയ വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ട് ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ കണിക അത് നുഴഞ്ഞു കയറാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരാജയമാണത്. അങ്ങനെ നമ്മൾ തോറ്റു എന്ന് നമ്മൾ പറയുന്നില്ല, തോറ്റിട്ടില്ല നമ്മളത്. ഇത് നമ്മൾ ഒരിക്കലും തോൽക്കുകയുമില്ല. ഇപ്പോഴും നമ്മൾ ജയിച്ചിക്കാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് ജയിച്ചിക്കാണല്ലോ, പക്ഷെ നമ്മൾ തോറ്റിട്ടില്ല. കോൺഗ്രസ് ജയിച്ചിക്കാണ്, മുന്നിട്ട് നിൽക്കുകയാണ് 506 സീറ്റ്. നമ്മൾ തോറ്റിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞു, നമുക്ക് ഇനി 1ാം സ്ഥാനം കിട്ടില്ലെങ്കിൽ നമുക്ക് 2ാം സ്ഥാനം ഉണ്ട്. ഇത് നമ്മൾ അടുത്ത ഇലക്ഷനിൽ പിടിക്കാൻ നോക്കും. ഓക്കെ. ഹലോ കുഞ്ഞോളെ. പറയാ എന്തൊക്കെ വർത്താനം? നല്ല വർത്താനല്ലേ? പിന്നെ അമ്മായി എന്താ മെസ്സേജ് എടുക്കണ? എന്തൊക്കെ പറഞ്ഞു? പിന്നെ എന്തൊക്കെ പ്രശ്നമായി പറഞ്ഞു? അമ്മായി അല്ലേ? അമ്മായി ഇപ്പൊ അങ്ങക്ക് മെസ്സേജ് കിട്ടോ? എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അമ്മായി ഇന്ന് നേരം വെക്കുമ്പോൾ കയറി വന്ന് ഒരു 10 മണി ആയിക്കോളൂ. ഞാനാണെങ്കിൽ ഇപ്പൊ അരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അരി വെച്ചു ചെയ്തിരിക്കുന്നു. പിന്നെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. എന്നാൽ ഈ പൈസയും മുട്ടന്നിട്ടുള്ളല്ലോ. പിന്നെ ഞാനിപ്പോ ഇവിടുന്ന് വാങ്ങാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 500 പിന്നെ അതേറ്റ് എന്തേലും പോയി വാങ്ങട്ടെ എന്ന് ഞാൻ പുള്ളിയട്ടിയിലെത്തിയതാണ്. പുള്ളിയട്ടിയിലെത്തിയോണ്ട് ഞാൻ വീണ്ടും അമ്മായിക്കൊന്ന് വിളിച്ചു നോക്കി പെരേക്ക്. അപ്പൊ അമ്മായി പറഞ്ഞു, അമ്മായി നിങ്ങൾ പെരയിലുണ്ടോ ചോദിച്ചു. അമ്മ പറഞ്ഞു പെരയിലുണ്ട്. പെരയിലുണ്ടെങ്കിൽ അടുക്കളയ്ക്ക് ഒന്ന് ചെല്ലുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ അടുക്കളയിലാണ്. എന്ത് ചോദിച്ചു, നമ്മുടെ തീപ്പെട്ടിയാക്ക് ഉണ്ടോ നോക്കിയാ പറഞ്ഞു. അപ്പൊ തീപ്പെട്ടിയാക്കുള്ള തീപ്പെട്ടി ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ ഒരു കൊള്ളിലെടുത്തുകൊണ്ട് കത്തിച്ചാഴെന്ന് പറഞ്ഞു. അതിന് 30 കത്തിച്ചുകൊണ്ട് എന്തേ കുട്ടിയെ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അമ്മായി ഗ്യാസിന് നല്ല വിലയാണ്, ഗ്യാസ് തുറന്നിട്ടിക്കണോ നോക്കിയതാണ് പറഞ്ഞു. അത് പറഞ്ഞോളൂ കൂടി മൂപ്പര് കുറച്ച് പൊട്ടിച്ചേരിയാവും പറ്റിയത്. ഇങ്ങനെ പറയാത്ത ചീത്തൊന്നുമില്ല. നിങ്ങളെയും പറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു നിന്നെ പറയണോ നീ പറഞ്ഞോളി. പിന്നെ ഞാൻ വന്നോക്കുമ്പോൾ സിറ്റൗട്ടിൽ കുറച്ച് മണ്ണും പോയിട്ട് കണ്ടു പോയിക്കും. എന്താ ചെയ്യതിനൊക്കെ? ഹലോ കുഞ്ഞോളെ. പറയ് എന്തൊക്കെയാണ്? ചെങ്ങായിന്ന് വന്നിരുന്നു കരുവാരക്ക്. നമ്മ പെരേക്ക് വന്നില്ലേ? കബീറും ഓന്റെ പെണ്ണുങ്ങളും ആണതേ. കബീറും ഓന്റെ പെണ്ണുങ്ങളാണ് വന്നതില്ലേ? നിങ്ങൾ ഇതിനെ പറഞ്ഞപ്പോ ഞാൻ സർപ്രൈസ് പറഞ്ഞപ്പോ ഞാൻ ഓരാന്ന് വിചാരിച്ചില്ല. അതില് പിന്നെ പറഞ്ഞു പിന്നെ ചോറ് വെക്കാൻ. ഓരോ 12 വന്നേ ചോറ് വെക്കാൻ വേണ്ടി. ഞാൻ നിന്നപ്പോ അപ്പോത്തിന് കബീർ എന്നോട് ചോദിച്ച്, ഇവിടെ ഒരു 10-250 റുപ്യക്ക് കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാന്നുള്ളത് ചോദിച്ചെന്നോട്. ഇജിപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് 250 റുപ്യക്ക കറങ്ങണോ ചോദിച്ചു. അപ്പം പറഞ്ഞു ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങാടിയിലെ ബാർബർ ഷോപ്പിൽ പോയി ഒന്ന് കറങ്ങിക്കളായിരുന്നു. 150 റുപ്യക്ക് കറങ്ങും ചെയ്യാ. ബാക്കി 100 റുപ്യ എന്തായാലും ഞങ്ങൾക്ക് വാക്കിയും കിട്ടും. അതേറ്റ് വല്ല കപ്പലണ്ടിയോ മുട്ടായും വാങ്ങി തിന്നിങ്ങോട്ട് പോരുകയും ചെയ്യാറുണ്ട്. അതില് പറഞ്ഞോളൂ കൂടി ഓന് ഇപ്പൊ വരാന്നും പറഞ്ഞാണ്ട് ഓനോ ഓന്റെ പെണ്ണുങ്ങളും ഇറങ്ങിപ്പോയതാ. ഇന്ന് ഈ നേരം വരവും വന്നിട്ടില്ല. ഓൽക്ക് ഉണ്ടാക്കി വെച്ച ദമ്മ് ബിരിയാണി ഞാൻ തിന്നുങ്ങാണ്ട് ഇപ്പൊ എന്റെ പള്ള ദമ്മായി. അതേ ഉണ്ടായത്. ഞാൻ പിന്നെ എന്താ ചെയ്യാ ഇതിന്? ഹലോ കുഞ്ഞോളെ, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖല്ലേ? നല്ല സുഖാണ്, പരമ സുഖാണ്, പേരും സുഖാണ്. സുഖം കൊണ്ട് ഇപ്പൊ നിക്കാൻ പറ്റും. ഇങ്ങനെ കത്തണ കുഞ്ഞോളെ. ഞാനേ ഇന്റെ ഒരു മാല പൊട്ടിയിട്ട് ഞാൻ എത്രങ്ങാനും ദിവസം ഇങ്ങോട്ട് പൈസ ശരി ആ മാരൊന്ന് വളക്കാനാണെന്ന് പറഞ്ഞാണ്ട് ഒരു ഉറുപ്പിങ്ങൾ അയച്ചു തന്നിക്കുന്നത്. പൈസ ആയിട്ടില്ലേ? എന്ത് ചോദിച്ചാലും പൈസ ആയിട്ടില്ല. അടുത്ത മാസം ഇക്കാൻ പുതുക്കാനും പിന്നെ നാട്ടിൽ പോരാൻ പിന്നെ ഭാരത്തേനും കടം വാങ്ങേണ്ടി വരും. ഈ ചപ്പളേ ഉറപ്പാണ്. എന്റെ പണ്ടങ്ങളൊക്കെ എടുത്തിങ്ങാണ്ടേ നിങ്ങൾ പെരപ്പണിക്ക് കൂട്ടിയപ്പോ അയച്ചോടെ ഒരു മീനിങ് എന്റെ മേത്തില്ല. എന്നിട്ട് ഇപ്പൊ ഞാന് ഒരു കൂട്ടിങ്ങാണ്ട് വാങ്ങിയ ഒരു മീനിങ്ങാണ്. അതാണ് പൊട്ടിയിട്ട് അത് വളക്കാൻ ഇങ്ങനത്തെ പൈസ അല്ല. അപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇക്കാൻ പുതുക്ക. പിന്നെ എന്തേലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഫീൽ ഇതാക്കും. ഇതെന്നോട് നിങ്ങൾക്ക് പറയാല ഇത്
ഇപ്പൊ എന്റെ പണ്ടം കൊണ്ട് എന്റെ പണ്ട 10 വാരം ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര നാൾ കാൽമക്കും കയ്യമ്മക്കും കൗത്തുക്കും തലേക്കും ഒക്കെ ഉണ്ടായില്ലേ? അത് നോളൂ തിങ്ങാണ്ട് ആരെ പെരയേറ്റാൻ പറഞ്ഞേ? എന്റെ പൈസ ആയിട്ട് നിങ്ങൾ പെരയും കയറ്റിയിട്ട് ഇപ്പൊ ഇച്ചൊരു പണ്ടം നോക്കുമ്പോ എന്റെ ഈ 10 പാലിന്റെ പണ്ടും വിട്ടുകാണ്ട് എനിക്ക് ആകെ കിട്ടിയിരിക്കണം 5 ലക്ഷം റുപ്യ. 5 ലക്ഷം റുപ്യ നമ്മളാ പുറത്തെ ബാത്റൂമില്ലേ അതിന് 6 ലക്ഷം റുപ്യ വാങ്ങിക്കണം. അത് എന്റെ പേർക്ക് ഞാനാണ് എഴുതി തരാം. മതിയോ? നിങ്ങൾ അന്ന് വാങ്ങിയ 10 പവനല്ല ഇപ്പൊ. ഇപ്പൊ ആ പഴത്തിന് വന്നാല് നിങ്ങളെ നല്ല പൈസയാണ് ഇപ്പൊ. അപ്പൊ നിങ്ങൾ ആ പല കക്കൂസിന്റെ ഇതുമ്പേനും പറഞ്ഞാൽ നിൽക്കണ്ട, വെറുതെ തന്നെ നിങ്ങൾ ഇളക്കണ്ട. നിങ്ങള് കുഞ്ഞോളെ എന്തൊക്കെ വർത്താനം നാട്ടിലൊക്കെ? നാട്ടിലെ വർത്താനൊന്നും പറയണ്ട. പെരും ചൂടും ഒരു തുള്ളി വെള്ളം പോയില്ല കിണറ്റിലുമില്ല. പൊയ്ത്ത വെള്ളമൊക്കെ കണ്ടാണ് ചപ്പിളിക്കൊണ്ടേക്കണ്. എല്ലാരും വന്ന് കുളിച്ചിട്ടേ എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് കുളിച്ചാൻ പോയിട്ട് പോയിക്ക്. കാരണം തരിക്കാരും വരും, പുല്ലട്ടക്കാരും വരും, ഒരു തുള്ളി വെള്ളമുണ്ടോ ഒക്കെ കലങ്ങിയാണ്ട്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്, രാത്രി ഒരു 10 മണിയാകുമ്പോ മോനസേം വിളിച്ചുകൊണ്ട് കേക്കത്തേക്കൊക്കെ പോകലാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ATM ഉണ്ട്, അതിൽ പോയി കിടക്കണം. അപ്പൊ അതിന്റെ തിരക്കിന് എടുത്തുങ്ങാണ്ട് പിന്നെ 6 മണി 5 മണി ആകുമ്പോഴാണ് നീച്ചു പോരലാണ്. അങ്ങനെ ഇപ്പൊ 2 ദിവസമൊക്കെ പോയി കിടക്കണേ. പിന്നെ ഇന്നലെ പോലീസ് വിളിച്ചു. പോലീസ് വിളിച്ചത് എന്താ വെച്ചാൽ മിഞ്ഞാന്ന് ഞാന് കേക്കത്തേക്കൊക്കെ പോയി. ആദ്യം ഞാൻ കട്ടാപ്പൂന്റെ പേരിൽ പോയി കണ്ട് ലൈമ് ഇതൊക്കെ വാങ്ങിക്കുടിച്ചു ഓരോ അമ്മാന്റെ അടുത്തുനിന്ന്, മുട്ടിന്റെ അടുത്തുനിന്ന്. പിന്നെ ഞാൻ പോയി കണ്ടിരുന്നു പെരും ചൂടാ. അതില് നമ്മളവിടെ ആ ജ്വല്ലറി ഉണ്ടല്ലോ, സ്റ്റാൻഡിലുള്ള ജ്വല്ലറി, അതിൽ കയറി 110 ഞാൻ അവിടെ ഇരുന്നു. ഓരോട് ചോദിച്ച് സ്വർണ്ണത്തിന് എന്താ പണയം വെക്കാനൊക്കെ ഇപ്പത്തെ റേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. നല്ല തണുപ്പാണ്. അങ്ങനെ ഇരുന്ന് കാണ്ട് ഞാന് പോന്നു. പിറ്റേ ദിവസം കടന്ന് രാത്രി ആയപ്പോഴാണ് ചോർമ്മ വന്നത്. എന്റെ പൈസ അതിന്റെ ഉള്ളിൽ വെച്ചിക്കണ്, മാറുന്നിക്കണ് ഞാൻ എന്റെ പൈസ. അപ്പൊ തന്നെ ഞാൻ 3 ദിവസം വിളിച്ചിങ്ങാണ്ട് പോയി. ഞാൻ 3 ദിവസം പോയിങ്ങാണ്ട് ജ്വല്ലറിനെ കുത്തിട്ടോ. നോക്കുമ്പോ പൈസ ഒന്നുമില്ല. പിന്നെ പുറത്ത് നോക്കുമ്പോ പോലീസും ഉണ്ട്, പട്ടാളും ഒക്കെ ഉണ്ട്. കല്യാണത്തിന് വയ്ക്കരുത്, ഇപ്പൊ വന്നിട്ടുള്ളൂ. ഓഡിറ്റോറിയത്തില് മുട്ടിമാൻ്റെ കുടുംബക്കാരെന്നതേ. മുട്ടിമാൻ്റെ കുടുംബക്കാരായിരുന്നു. ഞാൻ ഏതായാലും കല്യാണത്തിന് ഞാനും മാമിയും കുട്ടികളും പോയത്. പക്ഷെ എല്ലാരും എന്റെ ഡ്രസ്സ് ചോദിച്ചിട്ട് പറയാ, ഇത് തന്നെയല്ലേ, വേറെ ഒന്നുമില്ല. ഞങ്ങക്ക് എന്റെ തൊലി ഇരിഞ്ഞു പോയി. ഞാൻ അന്ന് വന്നിട്ട് ഈ നീല ഷർട്ട് അറിയില്ലേ? അന്ന് നമ്മൾ ഇവിടുന്ന് തൂർന്ന് ഇതാക്കിയാണ് ഈ നീല വര ഷർട്ട്, ഈ നീലക്കള്ളി. അതിപ്പോ ആവും കിട്ടില്ലേ, 2 കൊല്ലമായിട്ടും നിങ്ങൾ കേടി എത്തിയിട്ടില്ല. നിങ്ങൾക്ക് മടക്കുവേ. ഞാൻ അങ്ങനെ അല്ലല്ലോ. ആൾക്കാർ ഇങ്ങനെ ചോദിച്ചും ഡ്രസ്സില്ലേന്ന്. പിന്നെ കല്യാണത്തിനോട് കുടുംബക്കാരായിരുന്നു, കുടുംബക്കാരാണ് കല്യാണം കഴിച്ചത്. ഞങ്ങളും അതേമാതിരി തന്നെയായിരുന്നു. ഞങ്ങളെ ഫാമിലിയിലുള്ള എല്ലാരും കുടുംബത്തിൽ നിന്നാണ് കിട്ടിയിരിക്കണേ. നിങ്ങൾക്കറിയാം, ഞങ്ങൾ വളരാറില്ല വല്യപ്പ വലിയമാനെ കെട്ടിക്കണേ, ഇന്റെ അപ്പ ഇന്റെ അമ്മാനെ കെട്ടിക്കണേ. അതേമാതിരി ഞങ്ങൾ അമ്മായില്ലേ, വളരാട് കെട്ടിക്ക അമ്മായിനെ അമ്മായിക്കാക്ക് കെട്ടിക്കണേ. അതേപോലെ എന്റെ അമ്മോനെ എന്റെ അമ്മായിയാണ് കെട്ടിക്കണേ. അങ്ങനെ എല്ലാരും കുടുംബത്തിൽ നിന്നാണ് കെട്ടിക്കണേ. ഞങ്ങളൊരു കുടുംബ സംഘമാണ് ശരിക്കും.